ദേശീയ പതാകയെ അനാദരിക്കുന്ന പ്രമുഖർക്കെതിരെ നടത്തിയ നിയമ പോരാട്ടത്തിലൂടെ ദേശീയ ശ്രദ്ധ നേടിയിരിക്കുകയാണ് പാലാ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ. LK അദ്വാനി, സാനിയ മിർസ തുടങ്ങി നിരവധി പ്രമുഖർക്കെതിരെ ദേശീയ പതാകയെ അനാദരിച്ചതിന്റെ പേരിൽ നിയമയുദ്ധം നടത്തി വിജയിച്ചിരിക്കുകയാണ് ഈ സംഘടന. ദേശീയ പതാക കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച ഫ്ളാഗ് കോഡിലെ 3/29 വകുപ്പിന്റെയും ഇത് സംബന്ധിച്ച ഹൈക്കോടതി വിധിയുടെയും പിൻബലത്തിലാണ് ദേശീയ പതാകയെ അനാദരിക്കുന്നവർക്കെതിരെയുള്ള ഫൗണ്ടേഷന്റെ പോരാട്ടം. ഭരണഘടന അനുശാസിക്കുന്ന ആദരവ് ദേശീയ പതാകയ്ക്ക് ലഭിക്കാതെ വന്നപ്പോഴൊക്കെയും അതിനു പിന്നിൽ എത്ര ഉന്നതരായാലും അതിനെതിരെ ശബ്ദിക്കുകയും നിയമ പോരാട്ടം നടത്തുകയും ചെയ്തു ഫൗണ്ടേഷൻ. കായിക താരം സാനിയ മിർസ, ചലച്ചിത്ര താരം ശ്വേതാ മേനോൻ എന്നിവർ ദേശീയ പതാകയെ അനാദരിച്ചപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചു. അന്യൻ, കുരുക്ഷേത്ര തുടങ്ങിയ ചലച്ചിത്രങ്ങളുടെ പോസ്റ്ററുകളിൽ ദേശീയ പതാക വികലമായി അച്ചടിച്ചതിനെതിരെ നിയമ പോരാട്ടം നടത്തി. കാറോട്ടക്കാരൻ നാരായൺ കാർത്തികേയൻ ഹെൽമറ്റിലും കണ്ണട കമ്പനി പരസ്യത്തിലും LK അദ്വാനി, ശശി തരൂർ എന്നിവർ തെരഞ്ഞെടുപ്പ് പ്രചരണ വെബ്സൈറ്റുകളിലും ദേശീയ പതാക വികൃതമായി ഉപയോഗിച്ചപ്പോൾ തിരുത്താൻ ഫൗണ്ടേഷൻ നടത്തിയ പോരാട്ടം വിജയം കണ്ടു. ഒളിമ്പിക് മാർച്ച് പാസ്റ്റിൽ ഇന്ത്യൻ കായിക താരങ്ങൾ ദേശീയ പതാക പുതച്ച് അണിനിരന്നപ്പോഴും രാജ്യം മെഡൽ നേടിയ വാർത്ത ആകർഷണീയമാക്കാൻ മലയാള ദിനപത്രം ദേശീയ പതാക പശ്ചാത്തലത്തിൽ ഉപയോഗിച്ചപ്പോഴും അതിനെ നിയമപരമായി നേരിട്ടു. അഴിമതിക്കെതിരെ അണ്ണാ ഹസാരെ നടത്തുന്ന പോരാട്ടത്തെ പിന്തുണയ്ക്കുമ്പോഴും സമരവേദിയിൽ ദേശീയ പതാക ഉപയോഗിക്കുന്നതിനെ അംഗീകരിക്കുന്നില്ലെന്ന് ചെയർമാൻ എബി ജെ ജോസ് പറഞ്ഞു. അദ്ദേഹം രാത്രിയും പകലും ഒക്കെയായി നടത്തുന്ന ഈ ബാബ രാംദേവ് ഇവരൊക്കെ നടത്തുന്ന സമരങ്ങളിൽ ഇന്ത്യയുടെ ദേശീയ പതാക സമരത്തിന് ഉപയോഗിക്കുകയാണ്. ആ നടപടി തെറ്റാണ്. ഇത് സംബന്ധിച്ച് അണ്ണാ ഹസാരയുടെ ഓഫീസിൽ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയ പതാകയുടെ മഹത്വം സംബന്ധിച്ച് പുതുതലമുറയെ ബോധവൽക്കരിക്കുന്നതിനായി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് മിഷൻ ഫ്ലാഗ് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചു വരികയാണ് ഫൗണ്ടേഷൻ. ന്യൂസ് ബ്യൂറോ, കോട്ടയം.